അമ്മ പുറകിന്ന് പറയണ്ട അമ്മേനെ കൊണ്ട് എന്തായാലും ടേസ്റ്റ് ചെയ്യിപ്പിക്കണമെന്നുള്ളത് കാരണം തട്ടിക്കൊണ്ട് എടുത്തതാണല്ലോ. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഏകദേശം റെഡിയാണ്. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ്. അതെ, വളരെ സിമ്പിളായിട്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളൊരു തട്ടിക്കൂട്ട് പാചകം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അമ്മയുടെ അടുത്ത് പെട്ടെന്നൊരു കുക്കിംഗ് ആയിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ ആരോടെ കൊണ്ട് ചോദിച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് സംഭവം അടുക്കളയിൽ എന്തായാലും പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഗ്യാസൊന്നും അങ്ങനെ വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്തൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കിച്ചണിലോട്ട് പോവാം. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരാം. അങ്ങനെ നമ്മൾ കിച്ചണിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ അത് സ്പെഷ്യൽ എന്താണ്? പീനട്ട് സ്പെഷ്യല്. ഓക്കെ, അപ്പോൾ എന്ത് തന്നെ വെച്ചേക്കുന്നത്? പീനട്ട്. അത് നിലക്കടല. വറുത്ത നിലക്കടല. ഓക്കെ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ചേർക്കേണ്ടത് ഒരു സവോള കൊത്തി എരിഞ്ഞ് ചേർക്കണം, ഒരു പച്ചമുളക്, ഒരു തക്കാളി, ഒരു നാരങ്ങയുടെ പകുതി. അപ്പൊ ഇന്ന് അടുപ്പത്തുള്ള പരിപാടി ഒന്നും തോന്നുന്നുണ്ടല്ലേ? ഇല്ല, അടുപ്പത്തില്ല. ഇത് ആർക്കും എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ്. അതെ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അധികം ചേരുവകളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. ഇങ്ങനെ കൊത്തി അരിയണത്. അപ്പോൾ സവോള ഇതുപോലെ കൊത്തി അരിഞ്ഞിടുക ചെയ്യുന്നത്. ചെറിയ രീതിയിൽ കൊത്തി അരിഞ്ഞിടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പച്ചമുളക് ചെറിയ രീതിയിൽ അരിഞ്ഞിടുകയാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എരിവും അനുസരിച്ച് എടുക്കാം. നമ്മൾ ഒരു പച്ചമുളക് എടുത്തിരിക്കുന്നത്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു പച്ചമുളകിന്റെ ആവശ്യമില്ല കേട്ടോ. ഓരോരുത്തരുടെ എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അടുത്തായിട്ട് തക്കാളിയാണ് അരിയുന്നത്. തക്കാളിയും ചെറിയ രീതിയിൽ അരിഞ്ഞിടുകയാണ്. അപ്പോൾ നമുക്കിത് ഗ്യാസൊന്നും വേണ്ട കേട്ടോ. ഇതിന് പ്രിപ്പറേഷൻ കൂടിയ കടല ചൂടാക്കാനുള്ള ഗ്യാസിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പച്ച നിലക്കടല കൊണ്ടുവന്ന കാരണം വറുത്ത നിലക്കടല കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. വറുത്ത നിലക്കടലയാണെങ്കിൽ പിന്നെ ഗ്യാസിൻ്റെ അടുത്തേക്ക് പോകാനും വേണ്ട. നമുക്ക് സിമ്പിളായിട്ട് ചെറിയൊരു സ്നാക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കടലയുടെ അളവനുസരിച്ച് സാധനങ്ങൾ കൂട്ടാൻ നമുക്ക് കേട്ടോ. ഇതിപ്പോ കുറച്ച് കടലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. നമുക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുമില്ല എല്ലാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മിക്സിങ്ങിലോട്ട് കിടക്കാം കേട്ടോ. ഇവിടെ തക്കാളി, പച്ചമുളക്, സവോളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി വേറെ എന്തായിരുന്നു ഇതിലേക്ക് വേണ്ടത്? ഇനി ഉപ്പ്. അതുപോലെ നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടില്ല കേട്ടോ. ഉപ്പ് അതിന് മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇടുന്നുണ്ട്. മിക്സ് ചെയ്യാൻ പോകട്ടോ. ശരിക്കും മിക്സ് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് ലാസ്റ്റായിട്ട് അവസാനമായിട്ടതാ നമുക്ക് ചെറുനാരങ്ങ അതിൻ്റെ മുകളിലേക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. അതിൻ്റെ നീരൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഏകദേശം റെഡിയാണ്. അങ്ങനെ നമ്മുടെ പീനട്ട് സ്പെഷ്യല് പേരൊന്നുമില്ല കേട്ടോ, നമ്മൾ ഇതാണ് ഓരോ പേരൊക്കെ. അപ്പോൾ ഈ കടലയിൽ മിക്സ് ആക്കിയത് അവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു സ്നാക്സ് അല്ലെങ്കിൽ ചുമ്മാ നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല. ചുമ്മാ നിലക്കടല എടുക്കുന്നു, അതിലേക്ക് തക്കാളി, സവോള, പച്ചമുളക്, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ചെറുനാരങ്ങയുടെ നീരൊക്കെ ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് അതുപോലെ നമുക്ക് ടച്ചിങ്സിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അതിന് പറ്റിയൊരു സാധനമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽ എന്തായാലും പറയാം. ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്.
അപ്പോൾ എന്തായാലും നമുക്കിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ പീനട്ട് സ്പെഷ്യല് അങ്ങനെയുണ്ടോ പേര് പറഞ്ഞിരിക്കുന്ന അമ്മ. ഇതിപ്പോൾ വേറെ സംഭവമൊന്നുമല്ല, വീഡിയോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ പെട്ടെന്ന് ഇവിടെ നിന്ന് കണ്ട് തട്ടിക്കൂട്ടി കണ്ട് നമുക്ക് സെറ്റപ്പ് ചെയ്തതാണ്. ഇതാകുമ്പോൾ വേറെ പണിയൊന്നുമില്ല, അടുപ്പത്തൊന്നും വെക്കുന്നത് വേണ്ട, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്തായാലും നമ്മൾ ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ പേരൊക്കെ നമ്മളതിൽ ഇട്ടേക്കുന്ന കേട്ടോ, പീനട്ട് സ്പെഷ്യൽ എന്നൊക്കെ. ശരിക്കും ഇത് നിലക്കടല വറുത്തതിൽ ശരി തക്കാളിയും സവോളയും പച്ചമുളകൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയട്ടെ. സംഭവം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതൊന്നുമില്ല. നമ്മുടെ നിലക്കടലയിലേക്ക് ആ തക്കാളിയുടെ ഫ്ലേവറും അതുപോലെ തന്നെ ആ ചെറുനാരങ്ങയുടെ ഫ്ലേവറൊക്കെ ചേർന്നിട്ട് നമുക്ക് ജസ്റ്റ് ടൈം പാസ്സായിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ടി വി ഒക്കെ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ വേണമെങ്കിൽ നിങ്ങൾ ടെക്നിക്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇതൊക്കെ ഉപയോഗിക്കാം. നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചെറിയൊരു സ്നാക്സ് ആയിട്ടാണ്. എന്തായാലും കൊള്ളാം. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെങ്കിലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ പുറകിൽ പറയേണ്ട അമ്മേനെ കൊണ്ട് എന്തായാലും ടേസ്റ്റ് ചെയ്യിപ്പിക്കണമെന്നുള്ളത്. കാരണം തട്ടിക്കൂട്ടി എടുത്തതാണല്ലോ, കാരണം പ്രത്യേകിച്ച് വലിയ സംഭവമായിട്ടൊന്നുമില്ല. അപ്പം എന്തായാലും സംഭവങ്ങളാണ് നമുക്ക് ജസ്റ്റ് ടൈം പാസ്സായിട്ട് വർത്തമാനങ്ങൾ നേരം പോക്കായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നമ്മുടെ ഈ തട്ടിക്കൂട്ട് വീഡിയോ അവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ടാണ് അതിലേക്ക് ബൈ.